നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ആവേശം തരുന്നത്. അപ്പോൾ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് എൻ്റെ കൂടെ വിശേഷങ്ങൾ പറയാനും കുറേ ഗെയിംസ് ഒക്കെ എൻ്റെ കൂടെ കളിക്കാനും നമ്മളെ ചിരിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ പ്രിയ നായിക ചിപ്പി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ചിപ്പി ചേച്ചി, വെൽക്കം ടു ദ ഷോ. ചിപ്പി എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിന്റെ കാര്യം നമ്മൾ അന്നും ഇന്നും ഒക്കെ പറയുകയാണെങ്കിൽ ഒരു പാവം കുട്ടി, എല്ലാം അതായത് കണ്ണിലും ഇരിപ്പിലും നിപ്പിലും ഒക്കെ ഒരു പാവം അങ്ങനത്തെ ഒരു ഇമേജ് ആണ്. റിയൽ ലൈഫിൽ എങ്ങനെയാണ്? ഒരു പാവമാണോ, പഞ്ചപാവമാണോ, അതെയോ കുറച്ചൊക്കെ ബോൾഡ് ആണോ കാര്യങ്ങളിലൊക്കെ? അത്ര പാവമല്ല. നമ്മൾ കാണുന്നതെല്ലാം ഇപ്പോ ഒരു മുഖംമൂടിയല്ല, പക്ഷെ നമുക്ക് റിയാക്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ റിയാക്ട് ചെയ്യും, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. അതേപോലെ തന്നെ ചേച്ചിയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ, അത് സീരിയൽ ആണെങ്കിലും സിനിമയാണെങ്കിലും നിങ്ങളുടെ രജപുത്രയും അവന്തിക, അങ്ങനെ രണ്ട് പ്രൊഡക്ഷൻ ഹൗസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു വീട്ടിൽ തന്നെ രണ്ട് പ്രൊഡ്യൂസർമാരാകുമ്പോൾ അവിടെ എന്തായിരിക്കും നടക്കാന്നാണ് എനിക്ക് അത്ഭുതം. ഇല്ല, അതപ്പോ എളുപ്പമാണ്. പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള വാക്തർക്കം, അടിപിടി ബഹളം ഒന്നുമില്ല. ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. ഡിസ്കഷൻസിൽ ഇരിക്കാറുണ്ട്. ചേച്ചിയുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ചിലത് നിഷ്കരണം തള്ളാറുണ്ട്, ചിലത് കുഴപ്പമില്ല. സീരിയൽസിന്റെ പ്രൊഡക്ഷനിൽ നമ്മുടെ രഞ്ജിത്ത് സാർ ഇടപെടാറുണ്ട്. അതാണല്ലോ ഞങ്ങളുടെ ബാക്ക് ബോൺ. സിനിമയുടെ കാര്യത്തിൽ ചേച്ചിയും ഞാനും ഇടപെടും. നമ്മൾ പറയാറുണ്ട് കാസ്റ്റിംഗ് എല്ലാത്തിലും എല്ലാത്തിലും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ചിലത് മൈൻഡ് ചെയ്യില്ലെങ്കിലും നമ്മള് കേറാറുണ്ടല്ലോ. ചില സിനിമകളൊക്കെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് എടുക്കുന്നത് അത് ഭയങ്കര ഒരു സക്സസ് ആവുമ്പോ രണ്ടുപേരും എങ്ങനെയായിരിക്കും ആ ഒരു സന്തോഷം പങ്കിടുക? അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ ഒരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആവുന്നതിന്റെ ഒരു അത് വേറെ. നമ്മൾ കാരണം ഞാൻ അഭിനയിച്ചോണ്ടും നേരത്തെ ഇരുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലൊന്നും അറിയുന്നില്ല. നമ്മളെ വിളിക്കുന്നു, നമ്മുടെ ക്യാരക്ടർ നോക്കുന്നു, അല്ലെങ്കിൽ കൂടിപ്പോയ ഫുൾ കഥ ഒരു ഔട്ട്ലൈൻ അറിയാൻ പറ്റും. നമ്മുടെ ക്യാരക്ടറും അത്രയല്ലേ. ഇതങ്ങനെയല്ല. പല കഥകൾ കേട്ട് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് തുടങ്ങുന്ന തൊട്ട് ലാസ്റ്റ്, കാരണം ഡിസ്ട്രിബ്യൂഷനും കൂടെ നമ്മുടെ തന്നെ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഷോ വരെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. ആ ഒരു എല്ലാം കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞ് റിലീസായി അല്ലെങ്കിൽ ഒരു സീരിയൽ കഴിഞ്ഞത് സക്സസ് ആയി മഴ പെയ്ത് തോർന്ന പോലെ ഒരു അവസ്ഥയാണ്. മകളുടെ പേരാണ് അവന്തിക അല്ലെ? അവന്തികയുടെ പേരിലാണ് നമ്മള് പ്രൊഡക്ഷൻ ഹൗസ്. അവന്തികയുടെ പേരിലുള്ള പ്രൊഡക്ഷൻ ഹൗസാണ് സീരിയൽസ്, ടെലിവിഷൻ. രജപുത്ര മൂവീസിന്റെ അത് രഞ്ജിത്ത് സാർ പണ്ട് തൊട്ടേ ഉള്ളതായതുകൊണ്ട് അതങ്ങനെ. അവന്തികയുടെ പേരിലുള്ള ഈ പ്രൊഡക്ഷൻ ഹൗസ്. അവന്തി ഇപ്പൊ എന്ത് ചെയ്യണു? അവന്തിക ഇപ്പൊ ഡിഗ്രിക്ക് ചെയ്യുന്നു അല്ലേ? ഓക്കെ. അപ്പം ആ ഒരു മകളും ഒരു സിനിമയിലേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? അവർക്ക് ആക്ടിങ് ഇഷ്ടമല്ല, പക്ഷെ ബിഹൈൻഡ് ദ ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്. പ്രൊഡ്യൂസർ ആവും, അവള് പ്രൊഡ്യൂസർ ആവും എന്നാണ് പറയുന്നത്. മലയാള സിനിമയ്ക്ക് പുതിയൊരു ശക്തമായ ഒരു പ്രൊഡ്യൂസർ. പക്ഷെ ആക്ടിങ് താല്പര്യമില്ല. അമ്മയുടെ അഭിനയം കണ്ടിട്ട് മടുത്തിട്ട് ചിലപ്പോ അതാവാം, സാധ്യതയില്ലാതില്ല. അടിപൊളി. അപ്പൊ എന്തായാലും അവന്തികയും ഞങ്ങള് അന്വേഷിച്ചതായിട്ട് പറയൂ. എപ്പോഴെങ്കിലും നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരു വലിയൊരു പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ഒക്കെ വരട്ടെ അല്ലേ? സോ നമുക്ക് എന്തായാലും ബാക്കി കുറെ വിശേഷങ്ങൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ ചോദിക്കണ്ട, അതിന് വേറൊരു സമയമാണെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്നു. ഒരു പണി വരാൻ പോകുന്ന പോലെ എന്റെ മനസ്സിൽ ആരോ പറയുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു പണി കൊടുക്കാം. വിശേഷങ്ങളാവുമ്പോ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോവല്ലോ. അപ്പൊ നമുക്കൊരു ഗെയിം അങ്ങ് കളിക്കാം. മ്യൂസിക്കൽ ഗെയിമാണ്. അത് വളരെ സിമ്പിൾ ആണ്. ചേച്ചി കണ്ടോ? നമുക്ക് അതിന്റെ ഒരു പ്രോപ്പർട്ടി വരുമ്പോ മനസ്സിലാവും. ഓക്കെ, റെഡി? അപ്പൊ ചേച്ചി ഗെയിമിന് വേണ്ടി റെഡി അല്ലേ? അപ്പൊ റെഡിയാണ്. പാട്ടൊക്കെ നല്ല വോളിയത്തിലുണ്ട്. ശരി, അപ്പൊ നമ്മള് ഫസ്റ്റ് പാട്ട്. ഇതച്ചിപ്പും കാറ്റേ കൊതിച്ചിപ്പും കാറ്റേ. ഒരു പാട്ടില്ലേ? ചേച്ചിയുടെ പാട്ടാണ്. ചേച്ചിയുടെ പാട്ട്. പാട്ടോ? ഇതച്ചെത്തും കാറ്റേ കൊതിച്ചിപ്പും. ഹിറ്റ്ലറിലെ ഇത് ഇതച്ചെത്തും കാറ്റേ കൊതിച്ചിപ്പും. റെഡി. ഇനി അടുത്തത്. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്. ചന്ദ്രകാന്തം കൊണ്ട് അടിപൊളിയായി. പാട്ടിന്റെ വോളിയത്തിൽ കൂട്ടി വെക്കാം നമുക്ക്. അടുത്തത് തേർഡ് സോങ്. വൈഡൂര്യ കമ്മലണിഞ്ഞ് വെണ്ണിലാവ് രാവിൽ വീണ്. വൈഡൂര്യ കമ്മലണിഞ്ഞ് ഈ പുഴയും കടന്ന്. അടിപൊളി. ഇനി 4ാമത്തെ. പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു.
പൂമകൾ വാഴുന്ന പൂമകൾ വാഴുന്ന കോവിലിൽ. അതാണോ? ഒന്നും കൂടെ പറഞ്ഞേ. പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു. അത് തന്നെയാണെന്നാണ് പറയുന്നത്. അതിലൊരു മാറ്റവും ഇല്ല. അടിപൊളി. ഇത് ശരിക്കും കേൾക്കാലോ. ഞാൻ ഇതിന്റെ ആക്ഷൻ കാണിക്കില്ല. ഓക്കെ. മധുവിധുരാവുകളിൽ സുരഭിലയാമങ്ങളിൽ മധുവിധുരാവുകളിൽ ആണ് ഈശ്വര. ഇനി അടുത്തത് ഏഴിമലപ്പൂഞ്ചോല ഏഴുമലപ്പൂഞ്ചോല. എങ്ങനെ ചേച്ചി ഇത് കണ്ടുപിടിക്കുന്നത്? എങ്ങനെ ഇത് കണ്ടുപിടിച്ചത്? ഇത് വെച്ചിട്ട് മാത്രോ? ചേച്ചി ഇവിടെ ആർക്കോ ഒരു കൈക്കൂലി കൊടുത്തല്ലേ? കൈക്കൂലി കൊടുത്തല്ലേ? കണ്ടോ, അതൊന്നും ചേച്ചിക്ക് മനസ്സിലാവില്ല. പാട്ടുകൾ പക്ഷെ കൃത്യ ഓർഡറിൽ നമ്മുടെ ആരോ പറഞ്ഞു കൊടുത്തു. ഇനി മാറ്റാമോ? മാറ്റാം. സൂപ്പർ. അപ്പൊ എന്തായാലും വലിയൊരു കൈയ്യടി നമ്മുടെ ചേച്ചി കൊടുക്കാം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗെയിമും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒരു പെർഫോമൻസ് കാണാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് ആരാ വരാൻ പോകുന്നേ നമുക്ക് നോക്കാം. ഞാൻ ആവണി രാകേഷ്. എന്നെ എല്ലാവരും ഔസ് എന്ന് വിളിക്കും. ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് പാട്ടും ഡാൻസും ഡ്രോയിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ സിനിമയിൽ അഭിനയിക്കണം എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെ, ആഗ്രഹം അതെ. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അനിയൻ, ഇതെൻ്റെ അച്ഛൻ. എൻ്റെ പേര് ശിവാഞ്ജന എന്നാണ്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്, ടീച്ചറും കൂടിയാണ്. മോൾക്ക് അഭിനയിക്കണം എന്നുള്ള കഴിവ് ചെറുപ്പം മുതലേ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അമൃതയുടെ ഒരു ഷോയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. അവരിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് രാകേഷ് എന്നാണ്. ഞാൻ നാട്ടിൽ തന്നെ വെൽഡിങ് വർക്കാണ്. വെൽഡിങ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഹൗസ് ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യും. നമ്മുടെ റെഡ് കാർപ്പറ്റിൽ, അതായത് എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് വരാൻ പോകുന്നത്. കാരണം ഇവരുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഇവരുടെ ടിക്ടോക്ക് വീഡിയോസൊക്കെ ഒരുപാട് വൈറലായ കുറേ വീഡിയോസ് ചെയ്ത ഒരു അമ്മയും മകളെയുമാണ് നമ്മളിതാ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം എന്തായാലും വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആവണിക്കുട്ടി ആൻഡ് ശിവാഞ്ജന. ഈ വേഷമൊക്കെ കണ്ടിട്ട് ഓൾറെഡി സ്കിറ്റൊക്കെ ചെയ്യാൻ എന്തോ റെഡി ആയിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ആണോ? ആവണിക്ക് അധികം സമയമില്ല, എനിക്ക് വേഗം ചെയ്യണം അല്ലേ? ആവണിയുടെ ഒരു, അതായത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഒരു കുറേ ഹിറ്റ് വീഡിയോസിൽ വന്നതിൽ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ളത് മറ്റേ അമ്മയെ ബുക്കെല്ലാം കിട്ടിട്ടോ. അതൊന്ന് വേഗം ഒന്ന് പറയാൻ പറ്റുമോ? അമ്മേ ബുക്കെല്ലാം കിട്ടി അമ്മേ. അതെയോ? ഹിന്ദിയാ. തുമാറാ നാം ക്യാ ഹേ? മേരാ നാം ആവണി. കളർ പുസ്തക. ഇത് ഞാൻ കളർ എടുത്തിട്ട് മരിക്കും. അതായത് നമ്മൾ ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ഇതിന്റെ ഉള്ളിലായിരുന്നല്ലോ. അപ്പൊ അവിടെ അങ്ങ് കയറി ഭയങ്കര ഹിറ്റായി, എല്ലായിടത്തും ഫാൻസും അല്ലേ? നിങ്ങൾ റെഡ് കാർപ്പറ്റ് ടിവിയിൽ കാണുകയാണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ? അയ്യോ നോക്ക് മോളെ, അമൃത ടിവിയിൽ. അത് ആരെ അറിയാം നിനക്ക്? സ്വാസിക. പിന്നെ ആ കാറ്റപ്പുറം ഇരിക്കുന്നുണ്ടല്ല സാരിന്റെ അടുത്തിട്ട്, അതാരും അറിയാം നിനക്ക്? ചിപ്പി. അതെ സീരിയലല്ലേ? അയ്യോ ആ ചേച്ചി നോക്കാതെ കരയുന്നൊക്കെ പറഞ്ഞോണ്ടായിട്ടേ. അവരെന്നത് അതില് കാണുമ്പോ വേറെ പോലെ ഉണ്ടല്ലേ? അതിന്റെ സാരിലോട് നല്ല സുന്ദരി, അതില് വീട്ടുകാരിയല്ലേ, അതുകൊണ്ടല്ലോ അങ്ങനെ. അതായത് ശരിക്കും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് ഇവരുടെ അമ്മയും മകളും തമ്മിൽ. ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് നിങ്ങളുടെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാമെന്ന് തോന്നി? പണ്ട് മുതല് ഇങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നോ അഭിനയിക്കാൻ? അങ്ങനെ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് അവിടെ അങ്ങനെ ഫ്ലോർ ഒന്നും കിട്ടാതെ പറ്റിയിട്ടില്ല. അപ്പൊ മോള് കുറച്ച് വലുതായപ്പോഴേ ചെറുതായിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോ. അത് ഞാനിപ്പോ പറയാം. നിങ്ങൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ ആക്കി ഫേമസ് ആയ വ്യക്തിയുടെ പേര്. ചക്രു, മക്രു, ഫുക്രു.
അത് ഫസ്റ്റ് ടൈം ചെയ്ത് അങ്ങനെ അത് അവരൊക്കെ കണ്ടിട്ട് വിളിക്കൊക്കെ ചെയ്തായിരുന്നു. നന്നായിട്ട് ചെയ്തു പറഞ്ഞിട്ട് അവരെ ട്രോളിയതാണ് വോയിസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? ഇപ്പം വേറെ എന്തെങ്കിലും നമുക്ക് നിങ്ങൾ ഇരുന്നോണ്ട് ഇപ്പൊ ഇവിടെ ചെയ്യാൻ പറ്റും വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുമോ വേഗം? എന്തെങ്ങനെ ഇരിക്കുന്നേ, സ്കൂളിലൊന്നും പോണ്ടേ? അപ്പൊ സ്കൂളിൽ പോ അപ്പൊ അങ്ങ് പറഞ്ഞിട്ടുണ്ടാ കളിക്കാൻ പോന്ന്. അപ്പൊ സ്കൂളിൽ പോ അതേ ഇല്ലു. ഞാൻ പോയിക്കോളാപ്പാ. ടാറ്റാ. പിന്നെ വേറെ വേറെ ഒന്നും ചെയ്യാം. കുട്ടിക്കാലത്ത് നിങ്ങൾ കുരുത്തക്കേട് കളിക്കുമ്പോ നിങ്ങളുടെ അമ്മയും അച്ഛനും വഴക്ക് പറയാറുണ്ടോ? ഉണ്ടോന്ന്? നിങ്ങൾ അങ്ങനെയാണ് കുരുത്തക്കേട് അങ്ങനെ കളിച്ചാ പിന്നെ അങ്ങനെ കിട്ടും. ഓഹോ അങ്ങനെ. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട് നിങ്ങളുടെ? ഞങ്ങള് 4 പേരാ, ഞാനും മോളും അച്ഛനും അമ്മയും. അച്ഛൻ വന്നിട്ടുണ്ടോ? അച്ഛൻ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? ആ ഇവിടെ ഉണ്ട്. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അച്ഛൻ എങ്ങനെയാണ് ഇവർ സഹിക്കുന്നത് രണ്ടുപേര്? മിണ്ടി ഇവരത് ഡയലോഗ് ടിക്ടോക്ക് ആക്കും അല്ലേ? അവര് ഇതുപോലെ തന്നെയാണ് നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ സംസാരിക്കില്ല അല്ലേ? അപ്പൊ അച്ഛൻ ഇവർ രണ്ടുപേരും ഇങ്ങനെ സഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സൈക്കിളായിട്ട് വന്നിട്ടൊന്നുമില്ല, രസമാണ് അല്ലെ? വീട് ജോലി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടില് ടെൻഷൻ അടിച്ച് ചില കാര്യങ്ങള് ഞങ്ങള് ഒരുമിച്ച് നിന്നിട്ട് ചർച്ച ചെയ്യും. ചില സ്കിറ്റുകളെല്ലാം അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ചില വീഡിയോ ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്നെ കാണിക്കും. അപ്പൊ ഇതില് ഇങ്ങനെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാകുമായിരുന്നു ഞാൻ അഭിപ്രായം പറയുന്നു. അതെ, അപ്പൊ അച്ഛനും ഇതൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടക്കുറവൊന്നുമില്ല, ഇഷ്ടമാണ്. ഇതാണ് വാവ അല്ലെ? വാവയുടെ പേരെന്താ? ശിവകേദാർ എന്നാണ് പേര്. ശിവകേദാർ. വാവ്. ആവണിയും ശിവകേദാറും ഷീക്കൂസ് എന്ന് വിളിക്കും. ഇത് ആവൂസ്. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ റെഡിയാക്കി വന്ന ആ പെർഫോമൻസ് കാണാൻ ഞാനും ചിപ്പി ചേച്ചിയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം റെഡി അല്ലേ? ഒന്നും നീ തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ലല്ലോ? റെഡി. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളാണ് എന്റെ ഹീറോ. ഓർമ്മയില്ലേ അന്ന് ഗൾഫിൽ നിന്നൊരു പയ്യൻ നാട്ടിലേക്ക് വന്നിട്ട് ജോലിക്കാരിയെ വീട്ടുകാരിയാക്കി മാറ്റിയത്? എനിക്കും അതുപോലെ ആകണം. ബാലാമണി എന്നെ അനുഗ്രഹിച്ചേക്കണേ. എവിടെയാണ് പട്ടുപാവാടൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട്? അപ്പൊ കൊച്ചമ്മേന്ന് അറിഞ്ഞില്ലേ? എന്ത്? ഭാവന ഇപ്പൊ വായ്പ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അത് പത്രത്തിൽ വന്നിട്ടുണ്ട്. ആ എവിടെ നോക്കട്ടെ. കൊച്ചമ്മേ ഭാവന വായ്പ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭാവന വായ്പ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാണ്. എന്റെ പാറു അത്ര നടക്കാനും പറ്റില്ല. കൊലപാതകം. കൊച്ചമ്മേ ചായ എടുക്കട്ടെ? എന്തൊക്കെയാ കാണണം? ഇത് നോക്കണേക്കാളും വല്ല സീരിയൽ നോക്കാൻ നല്ലത്. കിടക്കട്ടെ. ഇതാ കൊച്ചമ്മ ചായ. എന്താ ഈ റോസാ ചെടി എടുത്തൊരു മൂത്രത്തിന്റെ മണം? ഓ അതോ കൊച്ചമ്മയല്ല പറഞ്ഞത്. റോസാപ്പൂ നുള്ളുമ്പോ മുള്ളേൽ മുള്ളണം. മുള്ളേൽ മുള്ളണമെന്നല്ല, അതിന്റെ മുള്ളു നുള്ളണം എന്നാ പറഞ്ഞത്. എന്റെ പാറു, നീ ആദ്യം പോയി നിന്റെ ചെവി ഒന്ന് ക്ലീൻ ആക്കിട്ട് വാ. സ്വസ്ഥത. ആ ജ്യോത്സ്യം പറഞ്ഞ അത്ര ശരിയാ. സമയം ശരിയില്ല. കൊച്ചമ്മേ ചെവി ക്ലീൻ ആക്കാൻ ഹാർപ്പിക്കല്ല നല്ലത്. ഓടിക്കണം എന്റെ മുമ്പിൽ. ഇതില്ലായ്മ. വീട്ടിൽ ഇങ്ങനെ ഇനി ബാങ്കിൽ എന്താവോ എന്തോ കണ്ടകശനി കൊണ്ടേ പോ. ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഗ്ലാസ് എടുക്കാം. ഇനി അതിനായിരിക്കും. കൊച്ചമ്മേന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്ത് പറയാനാ പാറു, എനിക്കിപ്പോ കണ്ടകശനി. ഓ അത്രേ ഇല്ലോ. ഇതിപ്പോ ശനിയാഴ്ച മാത്രം ഒന്ന് സൂക്ഷിച്ച പോരെ? കണ്ടകനായർ, കണ്ടകത്തിങ്കൾ, കണ്ടക ചൊവ്വയൊക്കെ കൂട്ടത്തോടെ വന്ന എന്തായനെ? നമിച്ച് നിക്ക്. രാവിലെ കൊറേ സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞായിരുന്നില്ലേ? എന്നിട്ട് എവിടെ? അതൊക്കെ എപ്പോഴേ വാങ്ങിച്ചു. എന്നാ പോയിട്ട് എടുത്തിട്ട് വാ. മറിയേരമ്മേ രാട്ടുംകുട്ടിയും മടിയന്റെ മേരെ സൊപ്പപ്പെട്ടിയും മടിയേരമ്മേ രാട്ടുംകുട്ടിയും മടിയന്റെ മേരെ ആട്ടപ്പെട്ടി വട്ടപ്പെട്ടി വെറുതെ നിന്ന് ആ കുട്ടപ്പെട്ടി. ഇതാ ബാക്കി പൈസ എവിടെ? ബാക്കി പൈസ ഒന്നും ഇല്ലാട്ടാ. ഓ അതൊക്കെ ഞാൻ പണ്ട് 100 രൂപയും കൊണ്ട് പോയി എന്തോരം സാധനം വാങ്ങിച്ചോണ്ടെന്നറിയാം. ഇതിപ്പോ പണ്ടത്തെ പോലെ നല്ല കൊച്ചമ്മേ. എല്ലാ കടയിലും
CCTV ഉണ്ട്. കൊച്ചമ്മയുടെ തട്ടിപ്പൊന്നും നടക്കൂലട്ടാ. നിക്ക് നീ 1.5 മണിക്കൂറായില്ലേ കടയിൽ പോയിട്ട്? എന്താ ഇത്ര ലേറ്റ് ആയത്? വരാൻ ഇത്ര ലേറ്റ്? കൊച്ചമ്മയല്ല പറഞ്ഞത് റോഡ് മുറിച്ച് കിടക്കുമ്പോ വാഹനമൊക്കെ പോയി കഴിഞ്ഞിട്ടേ റോഡ് മുറിച്ച് കിടക്കാവൂന്ന്. അതാ ലേറ്റ് ആയത്. അതിനിന്ന് വാഹനപ്പണി മുടക്കാനില്ല. ഒരു വാഹനം പോലും റോഡിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കൊച്ചമ്മേ, ഒരു വാഹനം പോവാൻ എന്തോരം സമയം എടുത്തുന്നറിയോ? ഓ, നിന്നോടൊക്കെ പറഞ്ഞ എന്നെ വേണം തല്ലാൻ. ഞാൻ ഇന്നും കൊച്ചമ്മയുടെ അനുസരണയില്ല ചളിക്കാരിയായിരിക്കും. അടിപൊളി അടിപൊളി. സോ അമ്മയും മോളും കൂടി ഇതിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു സ്കിറ്റ് ആയിരുന്നോ ഇത്? പെട്ടെന്ന് ചെയ്തതാണ്. അസലായിരുന്നു അല്ലേ? കുറെ നല്ല നല്ല തമാശകൾ ഉണ്ടായിരുന്നു. നമുക്കിത് ഒരെണ്ണം കണ്ടിട്ട് പോരാ എന്നിങ്ങനെ തോന്നാണ്. പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റാം? സീരിയൽ ആർട്ടിസ്റ്റ് ചെയ്ത ഇവളുടെ വോയിസ് എടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെയ്യാം. ശരി, അവള് സിംഗിൾ ആയിട്ട് ചെയ്യാം. അമ്മ, അച്ഛന്റെ ഫോൺ പൊട്ടി എന്നിട്ട് എന്നെ നിരപരാധി എന്ന് പറയുന്നേ. ഞാൻ ഇതുവരെ ഒരു നിരപരാധി ആയിട്ടാ എന്നിട്ട് അച്ഛൻ എന്നെ നിരപരാധി എന്ന് പറയുന്നു. ഇനി ഉണ്ടല്ലോ ഡോറയുടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഡോറയുടെ. അമ്മ, എനിക്കൊരു പുതിയ ബാഗ് വാങ്ങിച്ചു തരും അമ്മേ. മോളെ സ്റ്റോപ്പ്. കൊച്ചു ടിവിത്തെ ഡോറ കൊറേ കൊല്ലായിട്ട് ആ ബാഗ് തന്നെ എടുക്കുന്നുണ്ട് എന്നല്ലേ പറയാനുണ്ടായത്. ഞാനിപ്പോ ചോദിച്ചാനെ വലിയ തെറ്റായി പോയി. സോറി. ഇനി ഏതാ അമ്മയും മോളും കൂടി വേറെ എന്തൊക്കെയോ ചെയ്തിരുന്നല്ലോ? അച്ഛൻ്റെ അമ്മയുടെ അതെന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? അമ്മേ, ആ ചൂടുള്ള ഓർമ്മ ഇങ്ങോട്ടിട്ടെ. No, now full eat, no hungry for dinner. എന്തോന്ന്? Now full eat, no hungry for dinner. ഇതാണ് ക്യൂർ എലിസബത്തോ? മലയാളത്തിൽ പറ. ഇല്ല, ഇനി നമ്മൾ മാത്രം ഉള്ളപ്പോ ഇംഗ്ലീഷ് സംസാരിച്ചാ മതി. എന്നാ ഞാൻ വല്ല ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പോ. അമ്മയുടെ ഇംഗ്ലീഷ് കേൾക്കുന്നതിനേക്കാളും ഭേദവാ. തമാശല്ലടി, ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് 10 ലക്ഷം രൂപയുടെ പോളിസിയാ ഇന്ന് നഷ്ടപ്പെട്ടത്. ഒരു കേണൽ കുറിപ്പ്. അയാൾക്ക് മലയാളം അറിയാം, പക്ഷെ ഒരക്ഷരം പറയത്തില്ല. ഫുൾ ഇംഗ്ലീഷാ. അവിടെ ഒരു ചിടുങ്ങ് ചെക്കനുണ്ട്, ഒരു 5-6 വയസ്സേ വരൂ. അവന് ഒടുക്കത്ത ഇംഗ്ലീഷ്. അവസാനം ഐ ലേറ്റർ കം എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ട് മുങ്ങിയത്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരാഴ്ച തികച്ച് സംസാരിച്ച പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാ. ഒരാഴ്ചയല്ല, ഒരു കൊല്ലം അമ്മ ചത്ത് കിടന്ന് ശ്രമിച്ചാൽ പോലും അമ്മയ്ക്ക് അത് പറ്റൂല എന്ന് എനിക്ക് ഉറപ്പാ. No, Achu. You believe. This time I study. You ask English question. I reply English answer. Please. Look, Achu. I make chapati. You make vegetable curry. 50-50. Nothing. Take some vendakas. Cut small pieces. Take onion. Cut small pieces. Put china chatti. Put it in the adupu. Put some coconut oil. Put some kadugumanis. Little karvepulas. Kadugavara. Take vegetables, put it in. Little chili powder, little bully powder, little curry masala powder, little upu. Close it. Curry ready. Go. അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ? Yes. From this minute, this second, only English, no Malayalam. I speak Malayalam, I give 10 rupees fine you. You speak Malayalam, you give 10 rupees fine me. Okay? Okay. Agreed. You want to speak in English, right? Now you explain to me in English how to make ladies finger fry. If the people who know real English, if they hear you, they'll think that you're mad. Yeah. Have you heard about William Shakespeare? William Shakespeare said that language is a medium for communication. Oh. Have you heard about Wordsworth? Wordsworth said that language is the music of nature. And if I go according to your instructions, I will have to commit suicide like Sylvia Plath by putting my head into the burner. Understand? മോളെ, അച്ചു, നമുക്ക് മലയാളം മതി. മതിയോ? മതി. അമ്മ പോയി വെണ്ടയ്ക്കറി ഉണ്ടാക്കട്ടെ. അതാ നല്ലത്. അടിപൊളി. എന്തായാലും നിങ്ങളുടെ അതായത് വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ഓൺ വോയിസിലുള്ളതാണെങ്കിലും ഈ സിനിമയുടെ ഇതാണെങ്കിലും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ആവൂസ് പറഞ്ഞത് സത്യമാണ്. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റുന്നുണ്ട്, പക്ഷെ മോള് അങ്ങനെ തെറ്റിക്കുന്നില്ല. അടിപൊളി. ചിപ്പി ചേച്ചി വരൂ. എന്താ പറയാനുള്ള അമ്മയും മോൾഡിയോ അല്ലേ? സൂപ്പർ ആയിരുന്നു കേട്ടോ. അമ്മ ഇടയ്ക്കൊന്ന് തെറ്റിക്കാൻ നോക്കി, പിന്നെ മോൾ അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി അല്ലേ? എന്താ നമ്മുടെ അമൃത TV പ്രേക്ഷകരോട് പറയാനുള്ള?
എല്ലാരും ഈ പരിപാടി കാണണം, പിന്നെ സപ്പോർട്ടും ചെയ്യണം. കൊള്ളാം. എന്തായാലും അടിപൊളിയായിട്ട് രണ്ടുപേരെയും ഞങ്ങളുടെ ഈ ഷോയില് വന്നതിനും നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ പറ്റിയതിലൊക്കെ ഒത്തിരി സന്തോഷം. നമുക്കൊരു ചെറിയ സമ്മാനം കൂടി ഉണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട്. ഒരു നല്ലൊരു സമ്മാനമാണ്, അടിപൊളി സമ്മാനമാണ്. ആവൂസിനും അമ്മയ്ക്കും രണ്ടുപേർക്കും ഉണ്ട്. ആ, ഞാൻ എടുത്തോണ്ട് വരാം. ഓക്കെ. ഓക്കെ. സ്വയംവര സിൽക്സ്, നമ്മുടെ സ്വയംവര സിൽക്സ് നൽകുന്ന 2 ഗിഫ്റ്റ് വൗച്ചറും കൂടി ഉണ്ട്. അത് അമ്മയും മോളും ഷെയർ ചെയ്ത്, അതെ, രണ്ടുപേരും അടിപൊളിയായിട്ട് പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരും കേട്ടോ സ്വയംവര സിൽക്സ്. അവിടെ വരുന്നതിൽ ഒരുപാട് സന്തോഷം. അതെ, നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള പ്രോത്സാഹനം വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ പോലെ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അമൃത TV. താങ്ക് യു. അപ്പം ഇവർ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർ ഇതുപോലൊരു വേദി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. എന്തായാലും സ്ത്രീകളായ നമ്മളുടെ കലാകാരികൾക്ക് ഈ വേദിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ആവൂസും ആവൂസിന്റെ അമ്മയും ചിപ്പി ചേച്ചിയും എല്ലാം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. സോ സീ യു.